കോഴിക്കോട് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം കാർ കത്തി ഗർഭിണി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ ബന്ധുക്കൾ വലിയ ആക്ഷേപങ്ങൾ ഭർത്താവിനെതിരെ അടക്കം വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതൊരു സാധാരണ മരണമാകാൻ സാധ്യതയില്ല, ഭർത്താവിന് പങ്കുണ്ട് തുടങ്ങിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നതിന് ശേഷം പോലീസ് അതിൽ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പേരാമ്പ്രയിൽ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ ഭർത്താവിന് പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. തീ പടർന്നത് കാറിന്റെ പിന്നിൽ നിന്നെന്നാണ് പോലീസ് പറയുന്നത്. ഔദ്യോഗിക റിപ്പോർട്ട് പോലീസ് ഉടൻ സമർപ്പിക്കും. സോന പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്ത് വന്നിരുന്നു. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. നന്ദഗോപാൽ, അപ്പോൾ ഭർത്താവിന് അടക്കം പങ്കുണ്ടെന്ന തരത്തിലുള്ള യുവതിയുടെ ബന്ധുക്കളുടെ ആരോപണങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു പങ്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. പിന്നീട് ഈ തീപിടുത്തത്തിന്റെ കാരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? എങ്ങനെ ഭർത്താവിന് പങ്കില്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു? നന്ദഗോപാൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളാണ്, നിർണായകമായ വിവരങ്ങളാണ് ഇത്രയും ദിവസം പുറത്തു വന്നത്. അതിൽ സോന പെട്രോൾ വാങ്ങി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. കാറിനകത്ത് കത്താൻ കാരണമായത് പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ സാന്നിധ്യമാണെന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം സോനയുടെ കുടുംബവും ഈ രജിൻ ലാലിന്റെ കുടുംബവും വ്യത്യസ്ത ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം, ഇതിൽ രജിൻ ലാലിന് കാര്യമായ പങ്കില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കാറിന്റെ പിറകുവശത്തു നിന്നുമാണ് തീ പടർന്നിരിക്കുന്നത് എന്നത് വിശദമായ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രജിൻ ലാലിൽ ഇരുന്ന ഡ്രൈവർ സീറ്റ് പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു. അതോടൊപ്പം രജിൻ ലാലിന്റെ പിറകുവശത്താണ് കാര്യമായി പൊള്ളലേറ്റിട്ടുള്ളത്. ഗുരുതരമായി പരിക്കുള്ളത് പിറകുവശത്താണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അത് പിന്നിൽ നിന്നും കത്തിയത് കൊണ്ടായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് ഔദ്യോഗികമായ ഒരു വിശദീകരണമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. പോലീസ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്റെ പിറകിൽ നിന്നും തീ പടർന്നു എന്ന ഒരു മൊഴി രജിൻ ലാൽ പോലീസിന് നൽകി എന്ന വിവരമുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും പോലീസിന് പറയേണ്ട കാര്യം എങ്ങനെയാണ് ഈ തീ കത്തിയത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഉടൻ എത്തുമെന്ന് നമ്മൾ കരുതുന്നു. ആ കാര്യത്തിൽ മാത്രമാണ് പോലീസ് ഇനിയൊരു വിശദീകരണം നൽകേണ്ടത്. ഏതായാലും രജിൻ ലാലിന് പങ്കില്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. നേരത്തെ സോനയുടെ കുടുംബം പറഞ്ഞത് രജിൻ ലാലിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സോന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, സോന മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമായിരിക്കാം പെട്രോൾ വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് സോനയുടെ കുടുംബം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മറിച്ചൊരു വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക്, മറ്റൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ഔദ്യോഗിക റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ.